മൈൻഡ് കൺട്രോൾ മിനി സീരീസിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈൻഡ് കൺട്രോളിൻ്റെ ഈ ജേണി തുടങ്ങിയിട്ട് 5ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്ന് നമ്മളെല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയ വിഷയമായ ലേസർ ഫോക്കസ് അഥവാ ഫോക്കസ് മാസ്റ്ററി. നമ്മുടെ ബ്രെയിന് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ടത് അതെങ്ങനെ നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് നമ്മുടെ ബ്രെയിനിലെ ഒരു ഭാഗമാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്നത്. അതാണ് നമ്മുടെ ഫോക്കസിനെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗം. പക്ഷേ അതിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അഥവാ അതിന് കൃത്യമായ നിയന്ത്രണമില്ലെങ്കിൽ നമ്മൾ പല കാര്യത്തിലും ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. നമ്മൾ ഇന്ന് നേരിടുന്നതും നമ്മുടെ കുട്ടികളൊക്കെ നേരിടുന്നതുമൊക്കെയായ ഒരു വിഷയമാണ് നമുക്കൊരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യലാണ്. അഥവാ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നു. അങ്ങനെയുള്ള മൾട്ടി ടാസ്കിങ്ങുകളൊക്കെ ആയിട്ട് നമ്മുടെ മൈൻഡ് വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ്. നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ മണിക്കൂറുകളോളം ഈ സ്ക്രോൾ ചെയ്തിട്ടും അഥവാ മൊബൈൽ കളിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നിട്ടും നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നിയന്ത്രണത്തിലാക്കാം അഥവാ നഷ്ടപ്പെടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അതാദ്യം അറിയേണ്ടത്. ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടും അഥവാ ഫോക്കസ് നഷ്ടപ്പെടും. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് അല്ല, ഡിസ്ട്രാക്റ്റഡ് ആയ കാര്യങ്ങളിൽ വളരെ ഫോക്കസ്ഡ് ആകുമ്പോഴും നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു തുടങ്ങും. അതുപോലെ നെഗറ്റീവ് തോട്ട്സ് ഇവയൊക്കെ കൊണ്ട് നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം? അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇത് ഏറ്റവും നല്ല ഗുഡ് ന്യൂസാണ്. കാരണം നമുക്കത് ബ്രെയിനിനെ നമുക്ക് എങ്ങനെയും ട്രെയിൻ ചെയ്തെടുക്കാം. ഏത് വിധേന എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ ട്രെയിൻ ചെയ്തെടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഫോക്കസ് മാസ്റ്ററി അഥവാ മൈൻഡ് ലേസർ ഫോക്കസ് ചെയ്യാനുള്ള പ്രാക്ടീസ് എങ്ങനെ ചെയ്യാം, അതിന് 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് 25-5 റോളാണ് അഥവാ 25-5 റോൾ. 25 മിനിറ്റ് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആവുക, എന്നിട്ട് 5 മിനിറ്റ് അതിൽ നിന്നും ബ്രേക്ക് എടുക്കുക. അഥവാ 25 മിനിറ്റ് നിങ്ങൾ കൃത്യമായിട്ടൊരു ബുക്ക് വായിക്കുകയോ പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രം ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അതാണ് ഏറ്റവും ഫോക്കസ് ചെയ്യുന്നതിൽ ഏറ്റവും പവർഫുള്ളായ വഴി. രണ്ടാമതായിട്ടുള്ളതാണ് സിംഗിൾ ടാസ്കിങ്. നിങ്ങൾ ഒരേ ടൈമിൽ കുറേ ടാസ്ക് ചെയ്യരുത്. അത് നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും. കാരണം നിങ്ങളുടെ എനർജി മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ അറ്റൻഷൻ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് നിങ്ങളുടെ എനർജി മാറും. അതുകൊണ്ടാണ് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ടേക്ക് മാറുമ്പോൾ നമ്മുടെ എനർജി അങ്ങോട്ടേക്ക് മാറും. അപ്പോൾ നമ്മുടെ വാഹനം എന്താവും? പല അപകടങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മൾട്ടി ടാസ്കിങ് നമ്മുടെ ബ്രെയിന് ഭയങ്കര പ്രശ്നം ചെലുത്തുന്ന ഒരു കാര്യമാണ്. മൾട്ടി ടാസ്കിങ് ഒരു ടൈമിൽ ഒരു കാര്യം മാത്രം ചെയ്യുക. നിങ്ങൾ ഒരു ടൈമിൽ 4 കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇംപെർഫെക്റ്റ് ആയിട്ട് തോന്നും. കാര്യങ്ങളൊന്നും കൃത്യമായിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് സിംഗിൾ ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമതായിട്ട് മൈൻഡ്ഫുൾ അവെയർനെസ്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യമില്ലേ, അതിൽ നിന്നും തെറ്റുമ്പോൾ നിങ്ങൾ ആ ശ്രദ്ധ പിടിച്ചെടുക്കുക. അഥവാ എൻ്റെ ഫോക്കസ് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു അവയർനെസ് വേഗം ഉണ്ടാക്കുക. വീണ്ടും തിരിച്ച് നിങ്ങൾ ഓൺ ട്രാക്കിലേക്ക്. അതാണ് ലേസർ ഫോക്കസ് ചെയ്യാനുള്ള 3 വഴികൾ. അഥവാ ഈ 3 വഴികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ കഴിയും. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.